ആദ്യത്തെ എക്സസൈസ് ഇതുപോലെ മലർന്ന് കിടക്കുക. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് സമയം കണ്ടെത്തിയിട്ട് ബെഡിൽ തന്നെ കിടന്ന് ചെയ്യുന്ന എക്സസൈസാണ്. അപ്പോൾ ഇതുപോലെ മലർന്ന് കിടക്കുക. മലർന്ന് കിടക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ടിങ് ഓർഡറിലാണ് ഞാൻ പറയുന്നത്. തല മുതൽ കാല് വരെയുള്ളൊരു ഓർഡറിലാണ് പറയുന്നത്. അപ്പോൾ അത് എളുപ്പമുണ്ടാവും ചെയ്യാൻ. ഇത് സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യാനുള്ള സമയമില്ലാത്ത കാരണങ്ങളുണ്ട്. ഒരുപാട് പേർക്ക് ജിമ്മിൽ പോകാനോ ജോഗിങ് ചെയ്യാനോ വളരെയധികം സമയം കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു 10 എക്സസൈസ്, അത് മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനും ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും അതിനുള്ള സ്റ്റെബിലിറ്റി കൂട്ടാനും ഒക്കെയാണ്. നമ്മുടെ ശരീരം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുൻപേ ഒരു പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 10 എക്സസൈസ്. ഞാൻ ഷാദിയ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ്, കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. ആദ്യത്തെ എക്സസൈസ് ഇതുപോലെ മലർന്ന് കിടക്കുക. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് സമയം കണ്ടെത്തിയിട്ട് ബെഡിൽ തന്നെ കിടന്ന് ചെയ്യുന്ന എക്സസൈസാണ്. അപ്പോൾ ഇതുപോലെ മലർന്ന് കിടക്കുക. മലർന്ന് കിടക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ടിങ് ഓർഡറിലാണ് ഞാൻ പറയുന്നത്. തല മുതൽ കാല് വരെയുള്ളൊരു ഓർഡറിലാണ് പറയുന്നത്. അപ്പോൾ അത് എളുപ്പമുണ്ടാവും ചെയ്യാൻ. ഇത് നമ്മളെ ചിന്നില്ലേ, ഈ ചിന്നൊന്ന് നമ്മൾ ടക്ക് ചെയ്യുക. അതായത് ഈ ഭാഗം ബെഡിലേക്കൊന്ന് അമർത്തി കൊടുക്കുക. അപ്പം നിങ്ങൾ ഈ കഴുത്തിൻ്റെ ഭാഗം നിങ്ങൾക്ക് പില്ലോയിലേക്ക് അമരുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. ഇത് അമർത്തുക, റിലീസ് ചെയ്യുക, അമർത്തുക, റിലീസ് ചെയ്യുക. ഇതൊരു 10 പ്രാവശ്യം ചെയ്യുക. ഇതാണ് നിങ്ങൾ കഴുത്ത് മുതലുള്ള ഫസ്റ്റ് എക്സസൈസ്. രണ്ടാമത്തെ എക്സസൈസ് നമ്മളെ ഷോൾഡേഴ്സ്. ഈ ഷോൾഡേഴ്സ് പില്ലോയിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ബാക്കിലെ ഷോൾഡർ ബ്ലേഡ്സ് ഇല്ലേ, ആ ബ്ലേഡ്സിൻ്റെ അവിടെ നിങ്ങൾക്കൊരു പ്രഷർ ഫീൽ ചെയ്യും. അത് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇതും ഒരു 10 പ്രാവശ്യം ചെയ്യാം. മൂന്നാമത്തെ എക്സസൈസ് മുട്ട് രണ്ടും മടക്കാം. ഒരു കാലിൻ്റെ മേലെ കയറ്റി വയ്ക്കാം. കൈ രണ്ടും തലൻ്റെ ബാക്കിൽ വയ്ക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞു കൊടുക്കാം. നമ്മുടെ ഹിപ്പിൻ്റെ അവിടുന്ന് ഊരൻ്റെ അവിടുന്ന് ഒന്ന് ചെരിഞ്ഞു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ നിന്നും പിന്നെ ഇവിടുന്നും ഒക്കെ ഒരു വലിവ് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൈ ഒന്ന് മാക്സിമം പ്രസ് ചെയ്ത് കൊടുക്കുക ബാക്കിലേക്ക്. ഒന്ന് ഇങ്ങോട്ട് വരാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കാം. റിലാക്സ്. ഇത് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. 2 സൈഡും ചെയ്യുക ഇതുപോലെ. ഇനി നാലാമത്തെ എക്സസൈസ് മുട്ട് മടക്കുക, നെഞ്ചത്തേക്ക് കൊണ്ടുവരിക, പ്രസ് ചെയ്യുക. ഈ കാല് നിവർന്ന് തന്നെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അടിയിൽ നിന്ന് ഒരു വലിച്ചിൽ കിട്ടും. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. രണ്ടും 10 തവണ ചെയ്യുക. 2 സൈഡും ചെയ്യാം. അഞ്ചാമത്തെ എക്സസൈസിൽ ഒരു കാല് പൊക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം ഒന്ന് ഫ്ലെക്സ് ചെയ്യുക. ഇത് വലിച്ചു പിടിക്കുക. സെൽഫ് ഇട്ടോ, ഞാൻ ആരും പിടിക്കൊന്നും വേണ്ട, സ്വയം ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. മറ്റേ കാല് ചെയ്യുക. ഇതേപോലെ 10 ആയിട്ട് റിപ്പീറ്റേഷൻ ചെയ്യാം. ആറാമത്തെ എക്സസൈസിൽ ഒരു ടവലോ അല്ലെങ്കിൽ ഒരു ബോളോ ഇങ്ങനെ ഒരു പഞ്ഞി പോലത്തെ ഒരു ബോൾ ഉണ്ടാവില്ലേ, ആ ബോൾ എടുത്തിട്ട് മുട്ടിൻ്റെ അടിയിൽ വയ്ക്കുക. എന്നിട്ട് പ്രസ് ചെയ്യുക. മുട്ട് പ്രസ് ചെയ്യുക. മുട്ട് പ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഈ കാലൊന്ന് പൊങ്ങിക്കോട്ടെ. അപ്പോൾ മുട്ട് പ്രസ് ചെയ്തിട്ട് പിടിക്കുക. ഒരു 10 സെക്കൻഡ് പിടിക്കുക, റിലാക്സ് ചെയ്യാം. ഒന്നും കൂടെ ചെയ്ത് 10 സെക്കൻഡ് പിടിക്കുക, റിലാക്സ് ചെയ്യാം. ഏഴാമത്തെ എക്സസൈസ് കാല് പുറത്തേക്ക് എടുക്കുക. അങ്ങനല്ല, പുറത്തേക്ക് എടുക്കുക, ഉള്ളിലേക്ക് എടുക്കുക. ചെയ്ത് പുറത്തേക്ക് എടുക്കുക, ഉള്ളിലേക്ക് എടുക്കുക. അഗൈൻ പുറത്തേക്ക് എടുക്കുക, ഉള്ളിലേക്ക് എടുക്കുക. ഇതും ഒരു 10 പ്രാവശ്യം 2 കാലും 10 വീതം ചെയ്യാം. എട്ടാമത്തെ എക്സസൈസ് മുട്ട് രണ്ടും മടക്കുക. ഈ ആങ്കിളില്ലേ, നമ്മളെ ആങ്കിളൊന്ന് പൊക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. 10 സെക്കൻഡ് പിടിക്കുക, റിലാക്സ് ചെയ്യുക. ഒന്നും കൂടെ ഇതൊരു 10 സെക്കൻഡ് പിടിക്കുക, റിലാക്സ് ചെയ്യുക. ഒമ്പതാമത്തെ എക്സസൈസിൽ മുട്ട് രണ്ടും മടക്കുക. എന്നിട്ട് നമ്മളെ വിരലുകൾ ഷീറ്റിനെ ഇങ്ങനെ പിടിക്കുന്ന പോലെ ഒന്ന് കേൾ ചെയ്യുക. ചെയ്ത് റിലാക്സ്, ചെയ്ത് റിലാക്സ്. ഇതൊരു 5 സെക്കൻഡ് ഇങ്ങനെ കേൾ ചെയ്തിട്ട് പിടിക്കുക, റിലാക്സ് ചെയ്യുക. 5 സെക്കൻഡ് കേൾ ചെയ്ത് പിടിക്കുക, റിലാക്സ് ചെയ്യുക. ഇത് നമ്മൾ അടിയിലുള്ള ഒരു ഉപ്പൂറ്റിൻ്റെ അടിയിലുള്ള ഒരു ഫേഷ്യ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഒന്ന് നമ്മൾ സ്ട്രോങ് ആക്കുക ചെയ്യുന്നത്. അതിനെ നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട്
ബ്ലഡ് ഫ്ലോ കൂട്ടാണ് ഇതിൻ്റെ ഉദ്ദേശം ഈ ടോ കേൾസിൻ്റെ. ഓക്കെ, റിലാക്സ് ചെയ്യാം. അവസാനത്തെ ഒരു എക്സസൈസിൽ ഒരു ടവൽ എടുക്കാം. ഈ ടവൽ നമ്മളെ വിരലിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് 2 കൈ കൊണ്ടൊന്ന് വലിച്ചു പിടിക്കാം. മുട്ട് നിവരണം കേട്ടോ, മുട്ട് മടങ്ങരുത്. മുട്ട് നിവർത്തി പിടിച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് വലിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് അടിയിൽ നിന്നും നമ്മളെ കാഫിൻ്റെ അവിടെ നിന്നും നിങ്ങൾക്കൊരു വലിവ് ഫീൽ ചെയ്യും. അതൊരു 10 സെക്കൻഡ് പിടിക്കുക, റിലാക്സ് ചെയ്യാം. ഇതും ഒരു 10 പ്രാവശ്യം ചെയ്യാം. ഇത്രയും എക്സസൈസ് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാവുന്നതാണ്. 20-ലാണെങ്കിലും 30-ലാണെങ്കിലും 60-ലാണെങ്കിലും 70-ലുള്ളവർക്കാണെങ്കിൽ കൂടി ഇത് ചെയ്യാം. അത്രയും സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്. ഇനി എക്സസൈസിന് സമയമില്ല എന്ന് മാത്രം ആരും പറയണ്ട. അപ്പോൾ ഇത്രയും എക്സസൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു ദിവസം ഒന്ന് മുന്നോട്ട് വേദനയില്ലാതെ പ്രയാസമില്ലാതെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ദിവസം നിങ്ങൾക്ക് തുടങ്ങാൻ ഈ എക്സസൈസ് കൊണ്ട് സാധിക്കും. താങ്ക് യു.